ജീവിതം മൊഴി സംഗീതമായി മാറുന്ന ഒരു ലോകത്ത്, ഒരു കാലത്ത് എനിക്കും ബാലുശ്ശേരിക്കും ഫാദറിനുമൊക്കെ ഒരുമിച്ചിരിക്കാൻ സാധിക്കും. നമ്മൾ ഈ സൗഹാർദ്ദ സമ്മേളനം കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ബൈക്കിൻ്റെ സ്റ്റാൻഡ് തട്ടിയിരിക്കുകയാണെങ്കിൽ വരുന്നവൻ സുന്നിയാണോ ഷിയായാണോ നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്, സ്റ്റാൻഡ് ശരിയാക്കുക പറയുന്നത്. ഹിന്ദുവാണോ മുസൽമാനോ നോക്കിയിട്ടല്ല. അവൻ മറിഞ്ഞു വീണ് മരിച്ചാൽ അവൻ ഏത് ജാതിക്കാരനായാലും മതക്കാരനായാലും അവൻ്റെ കുടുംബം അനാഥമായി പോകും. നമ്മൾ പറയും ബൈക്കിൻ്റെ സ്റ്റാൻഡ് തട്ടാൻ പറയും. എന്തിനാ ഒരു ട്രാഫിക് പോലീസുകാർ നിന്ന് നമ്മൾ പറയും പിടിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും. എൻ്റെ മതക്കാരൻ മാത്രം രക്ഷപ്പെട്ടെന്നിട്ട് അവൻ ആളാണെന്ന് നോക്കിയിട്ടൊന്നും അല്ല. നമ്മളെല്ലാവരും ഒരു അപകടം വരുമ്പോൾ എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ട് തിരുകിയിട്ട് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ആളുകളാണ് കാഫിറുകൾ. അവരെ തിരിച്ചറിയണം എന്ന് ഞാൻ പറയുന്നു. നമസ്കാരം. ഫാദർ പി.ടി. കോശി. ജീവിതം എല്ലാവർക്കും ഒന്ന് മാത്രമേ ഉള്ളൂ. അതൊരു മതത്തിൻ്റെയും വകയല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളതായ പ്ലാൻ അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധ്യമായി തീരണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എനിക്ക് മാത്രമായിട്ട് ഒരിക്കലും ഒരു നന്മ ഉണ്ടാകുകയില്ല. നീ പാർക്കുന്ന ദേശത്തിന് നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് മാത്രമായി, ഞാൻ എത്ര ധനികനാണെങ്കിലും എനിക്ക് മാത്രമായിട്ടൊരു നന്മ ഉണ്ടാക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഈ ദേശത്തെ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മാത്രമായിട്ട് ലഭിക്കുമോ? ഈ ലോകത്തിൽ മറ്റാർക്കും ഫോൺ ഇല്ലെന്നിരിക്കട്ടെ, എനിക്ക് മാത്രമായിട്ട് ഫോൺ കിട്ടിയതുകൊണ്ട് ഗുണമുണ്ടാകുമോ? ഒരിക്കലുമില്ല. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ മാത്രമേ എനിക്ക് നന്മയുണ്ടാകൂ. അതുകൊണ്ട് ആത്യന്തികമായി മനുഷ്യൻ്റെ ശ്രദ്ധ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കണമെന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്നേഹത്തിൽ നിന്ന് മാത്രമേ ആ ചിന്ത ഉണ്ടാകാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഏത് മതത്തിൽ ആയിരുന്നാലും ഏതെല്ലാം വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നാലും അത് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുകയില്ല. നമ്മൾ ചിലപ്പോഴെങ്കിലും ചിലരോടെങ്കിലും ചോദിക്കുമല്ലോ, അയ്യോടാ ഇവനൊക്കെ മനുഷ്യനാണ്. എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യൻ. ഇന്ന് അതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. യുവജനങ്ങളിലൊക്കെ കുത്തിവെക്കുന്നതായ വീര്യം ഒരുപക്ഷെ അതായിരിക്കാം. അതുപോലെ കേമമാണെന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു മതവും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഇല്ലാതെയാക്കാനും പഠിപ്പിക്കുന്നില്ല. പക്ഷേ മതത്തെ സ്വന്തം ഇച്ഛകൾക്കനുസരണമായി ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തുണ്ട്. അതിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നതായ എല്ലാ പ്രതിസന്ധികളും. ദൈവത്തിൽ ആശ്രയിക്കാനും ധാർമ്മികമായ ജീവിതം, സത്യത്തിനനുസരണമായി ജീവിപ്പാനും സാധ്യമാകുമ്പോൾ മാത്രമേ മനുഷ്യൻ മനുഷ്യനായി തീരുകയുള്ളൂ. അവിടെ മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അത് ഞാൻ മുൻപേ പറഞ്ഞതായ യേശു കർത്താവ് പറഞ്ഞൊരു വാചകത്തിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ. എൻ്റെ സുഹൃത്ത് പറഞ്ഞതായ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതായ എല്ലാ പ്രമാണങ്ങളും, അതുപോലെ തന്നെ ഹൈന്ദവ മതത്തിലെ എല്ലാ പ്രമാണങ്ങളും എല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ കഴിയുന്നത് മാത്രമാണ് മതം. അത് കഴിയുന്നില്ലെങ്കിൽ മതത്തിന് അർത്ഥമില്ല. ആ ഒരു അനുഭവത്തിൽ ആയിത്തീരുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. അതിന് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമാപിക്കും. നമ്മുടെ ഈ മാനവിക സമ്മേളനം, മാനവ സൗഹാർദ്ദ സമ്മേളനം സമാപിക്കുകയാണ്. കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ട് നൗഫൽ ക്ഷണി. ഈ മാനവ സൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, അതിലുപരി ഇവിടെ എത്തിച്ചേർന്ന ഡി അശ്വിനിദേവ്, ഫാദർ പി.ടി. കോശി, ജനാബ് മുജാഹിദ് ബാലുശ്ശേരി അടക്കം മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കി സമഭാവനയോടെ ഈ നാടിന്റെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ട അനിവാര്യത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ മതങ്ങളും മനുഷ്യ നന്മയ്ക്കാണെന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ ആവാഹിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.